നമ്മുടെ സമൂഹത്തിലൊരു ചിന്തയുണ്ട്, ഈ കൊലപാതകം നടക്കുമ്പോൾ അതെല്ലാം രാസലഹരി ഉപയോഗിച്ചിട്ടാണ്. അതൊന്നും സത്യമല്ല. രാസലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ച് ഒക്കെ ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ വയലൻസ് വളരെ പ്രകടമായിട്ട് കാണാറുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അവർ മാത്രമല്ല വയലൻസ് ഇതുപോലത്തെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അതിപ്പോൾ ആൽക്കഹോളിക്സും മാത്രമല്ല വയലൻസ് ഉണ്ടാക്കുന്നത്. വയലൻസ് മനുഷ്യനിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയുണ്ട്. അത് പലപ്പോഴും ഒരു മോർബിഡ് ആയിട്ടുള്ള സൈക്യാട്രിക് കണ്ടീഷൻ, ഈ വ്യക്തികളിൽ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മാനസിക അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ മാനസിക രോഗാവസ്ഥ ഒക്കെ ഉണ്ടായിരിക്കും. അത് എപ്പോഴും പുറത്ത് കാണണമെന്നില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ പലപ്പോഴും ഇങ്ങനെ വയലൻസിലേക്ക് വളരെ പെട്ടെന്ന് പോകും. രണ്ട് വ്യക്തിത്വ വൈകല്യങ്ങൾ എന്ന് പറയും, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇമ്പൾസ് കൺട്രോൾ ഡെഫിസിറ്റ് ഉള്ള ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇങ്ങനെയൊക്കെയുള്ള വളരെ വ്യത്യസ്തങ്ങളായ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആളുകളും ഇത്തരത്തിലുള്ള വയലൻസിലേക്ക് പോകും. പക്ഷേ കഞ്ചാവ് ഉപയോഗിക്കുന്നവരിലും രാസലഹരി ഉപയോഗിക്കുന്നവരിലും സൈക്കോട്ടിക് സിംറ്റംസ് എന്ന് വെച്ചാൽ കടുത്ത മനോരോഗ ലക്ഷണങ്ങൾ പലപ്പോഴും പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളവർ പലപ്പോഴും അൺപ്രൊവോക്ഡ് ആയിട്ടുള്ള വയലൻസിന് പലപ്പോഴും കാരണമാകും. ഒരു കാരണമില്ലാതെ പേരൻസിനെ ആക്രമിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും ഈ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകുമ്പോൾ അവർക്ക് പണം കിട്ടണം, അവർക്ക് പണം കിട്ടാൻ സാധ്യതയുള്ള അടുത്ത് അവർ അത് കിട്ടാൻ വേണ്ടിയിട്ട് വയലൻസിലേക്ക് പോകുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ളത് കാണാറുണ്ട് എന്നുള്ളത് വളരെ ശരിയാണ്. പക്ഷേ കഞ്ചാവ് അടിക്കുന്നവർ അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിക്കുന്നവർ ഏത് കാര്യം ചെയ്താലും അതൊരു ഇൻറ്റൻസ് ആയിട്ട് പ്ലാൻഡ് മർഡർ കൂടുതലും പേഴ്സണാലിറ്റി പ്രോബ്ലവും അല്ലെങ്കിൽ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവരാണ്, അല്ലെങ്കിൽ അണ്ടർലൈനിങ് ആയിട്ടുള്ള സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവരിലാണ് കൂടുതൽ കാണാറ്.